നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇന്ന് നമ്മൾ മൊത്തം 9 ട്രേഡാണ് ചെയ്തത്. അതിൽ 6 പ്രോഫിറ്റും 3 ലോസും ആയിരുന്നു. രാവിലെ തന്നെ ഹൈലി ഒരു സൈഡ് വൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയാണ് 3 2 രാവിലെയും 1 വൈകുന്നേരം റിസ്ക്കായ 0 to ഹീറോ, ഈ 3 ഇന്ന് ലോസായത്. ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ US മികച്ച നോൺ ഫാം പെറോൾ ഡാറ്റയും 10 വർഷ ബോണ്ട് ഈൽഡ് 4% മുകളിലേക്ക് ഉയർന്നതും നേരത്തെയുള്ള പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത കുറച്ചതുമാണ് മാർക്കറ്റിൽ ഇന്ന് ഒരു ഹ്യൂജ് സെല്ലിങ്ങിന് കാരണമായത്. ഇനി പലിശ നിരക്ക് കുറയ്ക്കൽ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഈ ആഴ്ച ഷെഡ്യൂൾ ചെയ്ത പണപ്പെരുപ്പ ഡാറ്റയ്ക്കും നിർണായക വരുമാന റിപ്പോർട്ടുകൾക്കും മുന്നോടിയായി നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചതും മാർക്കറ്റിന് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് സമ്മാനിച്ചു. സെൻസെക്സ് 671 പോയിൻ്റ് നഷ്ടത്തിൽ 71,355.22 നിഫ്റ്റി 198 പോയിൻ്റ് മൈനസിൽ 21,513 ക്ലോസ് ചെയ്തു. UPL, SBI ലൈഫ് ഇൻഷുറൻസ്, ഡിവിസ് ലാബ്, ബ്രിട്ടാനിയ എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ലോസ് ബുക്ക് ചെയ്തത്. എന്നാൽ ഒരു ഹ്യൂജ് ഫോൾ സംഭവിച്ചിട്ടും അദാനി പോർട്സ്, HCL ടെക്നോളജീസ്, ONGC, ഹീറോ മോട്ടോ കോർപ്പ്, NTPC എന്നിവ പോസിറ്റീവിലുമാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിലേക്ക് കടക്കുമ്പോൾ നാളത്തെ ആദ്യ റെസിസ്റ്റൻസ് 21,600, അത് കഴിഞ്ഞാൽ 21,750, 21,832 റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. അതേപോലെ സപ്പോർട്ട് 21,450, 21,340, 21,230. അവിടെ നിന്നും ഫോളോ ആയിക്കഴിഞ്ഞാൽ 21,090 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവിടെ നിന്ന് ഫോളോ ആവുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 47,990 ഫസ്റ്റ് റെസിസ്റ്റൻസും 48,250 സെക്കൻഡും 48,630 തേർഡ് റെസിസ്റ്റൻസും ആക്ട് ചെയ്യുമ്പോൾ 47,390 ഫസ്റ്റ് സപ്പോർട്ടും 46,900 സെക്കൻഡ് സപ്പോർട്ടും 46,470 തേർഡ് സപ്പോർട്ടും ആക്ട് ചെയ്യും. ഇനി നമുക്ക് നാളേക്കുള്ള സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തെ IRCTC ആണ്. ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പോലെയും അതേപോലെ തന്നെ റേസിംഗ് ബെഡ്ജും ആക്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും 930 എത്തിയാൽ നമുക്കൊരു ബൈ ചെയ്യാം. 935, 941 വരെ പോകും. 935 ഫസ്റ്റ് ടാർഗറ്റും 941 സെക്കൻഡ് ടാർഗറ്റും വെക്കാവുന്നതാണ്. ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ 907 നമുക്ക് സെല്ല് ചെയ്യാം. 902 ഫസ്റ്റ് ടാർഗറ്റും 897 സെക്കൻഡ് ടാർഗറ്റും വെക്കാവുന്നതാണ്. അടുത്തത് ഭാരതി എയർടെല്ലാണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു M പാറ്റേണും ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ താഴത്തേക്ക് വരികയാണെങ്കിൽ 1038 നമുക്കൊരു ബൈ ചെയ്യാം. 1033 ഫസ്റ്റ് ടാർഗറ്റും 1030 സെക്കൻഡ് ടാർഗറ്റും നമുക്ക് വെക്കാം. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോവുകയാണെങ്കിൽ 1059 നമുക്കൊരു ബൈ സൈഡ് നോക്കാം. 1064 ഫസ്റ്റ് ടാർഗറ്റും 1068 സെക്കൻഡ് ടാർഗറ്റും വെക്കാം. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ സ്വയം അനലൈസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.